ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ മാസത്തെ ഇന്റർനാഷണൽ ബ്രേക്ക് ഇപ്പോൾ അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, അർജന്റീനയും ബ്രസീലും ഒക്കെ സൗഹൃദ മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. അതേസമയം യൂറോപ്പിൽ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ പുരോഗമിച്ചു വരികയാണ്. അർജന്റീന 2 സൗഹൃദ മത്സരങ്ങൾ കളിച്ചു, 2ലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റാങ്കിങ്ങിൽ അവർ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ റാങ്ക് പുറത്തു വന്നപ്പോൾ അർജന്റീന 3-ാം സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പോൾ ഒരു സ്ഥാനം മുകളിലേക്ക് കയറി 2-ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. അതേസമയം ഫ്രാൻസ് പിറകിലേക്കാവുകയാണ് ചെയ്തിട്ടുള്ളത്. സ്പെയിൻ 1-ാം സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട്. അതേസമയം ബ്രസീൽ ഏറെ പിറകിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ തവണ 6-ാം സ്ഥാനത്തുണ്ടായിരുന്ന ബ്രസീൽ ഇത്തവണ 7-ാം സ്ഥാനത്താണ്. നമുക്കറിയാം, അവർ ഏറ്റവും ഒടുവിൽ ജപ്പാനോട് പരാജയപ്പെട്ടത് അവർക്ക് തിരിച്ചടിയായിട്ടുണ്ട്. 1-ാം സ്ഥാനത്ത് സ്പെയിൻ വരുന്നു. 1880 പോയിന്റാണ് അവർക്കുള്ളത്. 2-ാം സ്ഥാനത്തേക്ക് എത്താൻ ഇപ്പോൾ അർജന്റീനക്ക് സാധിച്ചിട്ടുണ്ട്. 1872 പോയിന്റാണ് അർജന്റീനക്ക് ഉള്ളത്. 3-ാം സ്ഥാനത്തേക്ക് ഫ്രാൻസ് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതായത് ഏറ്റവും ഒടുവിൽ നടന്ന മത്സരത്തിൽ ഫ്രാൻസ് സമനില വഴങ്ങിയിരുന്നു. അതാണ് അവർക്ക് തിരിച്ചടിയായത്. 1862 പോയിന്റാണ് അവർക്കുള്ളത്. 4-ാം സ്ഥാനത്ത് ഇംഗ്ലണ്ട് വരുന്നു, 1824 പോയിന്റ്. 5-ാം സ്ഥാനത്ത് പോർച്ചുഗൽ 1778 പോയിന്റ്. 6-ാം സ്ഥാനത്താണ് നെതർലാൻഡ്സ് ഉള്ളത്. ഒരു സ്ഥാനം കയറാൻ ഇപ്പോൾ നെതർലൻഡ്സിന് കഴിഞ്ഞിട്ടുണ്ട്, 1759 പോയിന്റ്. 7-ാം സ്ഥാനത്തേക്കാണ് ബ്രസീൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. 1758 പോയിന്റാണ് അവർക്കുള്ളത്. 8-ാം സ്ഥാനത്ത് ബെൽജിയം, 9-ാം സ്ഥാനത്ത് ഇറ്റലി, 10-ാം സ്ഥാനത്ത് ജർമ്മനി എന്നിങ്ങനെയാണ് ഇപ്പോൾ വരുന്നത്. ഏതായാലും അർജന്റീന ആ ഒരു 1-ാം സ്ഥാനം പിടിക്കാനുള്ള ശ്രമങ്ങളിലാണ്. അതേസമയം സമനില വഴങ്ങിയത് ഫ്രാൻസിന് തിരിച്ചടിയായി, തോൽവി വഴങ്ങിയത് ബ്രസീലിന് തിരിച്ചടിയായിട്ടുണ്ട്. ഇപ്പോൾ പിറകിലേക്കാണ് ബ്രസീൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.